പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേപ്പറായ ബിസിനസ് സ്റ്റഡീസ് ബോർഡ് നമ്പർ 319 ന്യൂ സിലബസ് അനുസരിച്ചുള്ള MCQ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ആണ്. അത് ചാപ്റ്റർ 3 ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കൊടുക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ തുടർച്ചയായി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ക്ലാസ്സുകൾ പുനർക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ കഴിഞ്ഞു പോയ വീഡിയോസിലൊക്കെ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ 20 വൺ വേർഡാണ് ഓരോ മാർക്കിൻ്റെ. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും, വൺ വേർഡ് ആൻസർ ഉണ്ടാവും, കറക്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു മാർക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസ്. അതിൽ ചോയ്സ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷായിരിക്കും. അതുകൊണ്ട് പരമാവധി ആദ്യത്തെ 20 വൺ വേർഡ് മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവരും ഇംഗ്ലീഷിൽ എഴുതുന്നവരും ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്താൽ നോക്കുക. പിന്നെ വരുന്ന 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാവുന്നതാണ്. ആദ്യത്തെ 20 നിങ്ങൾ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥി മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് മാർക്ക് നഷ്ടപ്പെടുമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ റെക്ടിഫൈ ദി ഫോളോയിങ് സെന്റൻസ് ഫൗണ്ട് ഇൻ കറക്റ്റ്. ഏതെങ്കിലും തെറ്റായിട്ടുള്ള സെന്റൻസ് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാക്കണം എന്നതാണ്. ഫസ്റ്റ് ബിസിനസ് എൻവയോൺമെന്റ് ഇൻ സ്റ്റാറ്റിക് നേച്ചർ. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് പരിധി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ആണ്, സ്ഥിരമായി നിൽക്കുകയാണ്. അത് തെറ്റാണ്. ബിസിനസ് എൻവയോൺമെന്റ് ചേഞ്ചസ് ആണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നതാണ്. അപ്പോൾ ഡൈനാമിക് ആണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് ഇതിന്റെ മിസ്റ്റേക്ക് വരുന്നത്. അടിവരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡൈനാമിക് ആണ്. രണ്ടാമത് ബിസിനസ് എൻവയോൺമെന്റ് ഇൻക്ലൂഡ് ഫാക്ടർ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇന്റേണൽ ബിസിനസ്. ബിസിനസ് എൻവയോൺമെന്റിൽ എക്സ്റ്റേണലും ഇന്റേണലും ഉണ്ട് എന്നതാണ്. അപ്പൊ അതും തെറ്റാണ്. ബിസിനസ് എൻവയോൺമെന്റ് ഇൻക്ലൂഡ് ഫാക്ടർ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് എന്ന് വേണ്ട, അല്ല ആസ് വെൽ ആസ് ഇന്റേണൽ എന്ന് വേണ്ട കേട്ടോ. അപ്പൊ ഈ എക്സ്റ്റേണൽ മാത്രമാണ്, ഇന്റേണൽ ഇല്ല. അപ്പൊ നമ്മൾ സെന്റൻസ് ശരിയാക്കേണ്ടത് ബിസിനസ് എൻവയോൺമെന്റ് ഇൻക്ലൂഡ് ഫാക്ടർ എക്സ്റ്റേണൽ ടു ബിസിനസ് ഫേം എന്ന് മാത്രം മതി, ഇന്റേണൽ ആണ്. മൂന്നാമത്തത് ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ആർ ക്വൈറ്റ് പ്രഡിക്റ്റബിൾ ആണ്. ചേഞ്ച് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും? ഇല്ല, അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ. നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ അൺപ്രഡിക്റ്റബിൾ, പ്രഡിക്റ്റബിൾ എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. ലാസ്റ്റ് വൺ, the business environment help. ബിസിനസ് പരിസ്ഥിതി നമുക്ക് സഹായിക്കുന്നുണ്ട്. the fame to identify new opportunity of business. അതിൽ തെറ്റൊന്നും കാണുന്നില്ല. ബിസിനസ് പരിസ്ഥിതി നമുക്ക് സഹായിക്കുന്നുണ്ട് പുതിയ പുതിയ അവസരങ്ങൾ ബിസിനസ്സിൽ എന്തൊക്കെ വരിക എന്നുള്ളത്. ഇതിൽ നല്ല ആശയമാണ്. നമുക്കിത് തെറ്റ് വരുന്നില്ല. ശരിയാണെങ്കിൽ അതേപോലെ തന്നെ എഴുതുക. ഇനി നമുക്ക് ടിക്ക് ദി കറക്റ്റ് ചോയ്സ് ആണ്. ഇതിൽ ഒരു ഐഡന്റിഫൈ ദി ഫോളോയിങ് എത്തിക്കൽ പ്രാക്ടീസ്. ഒരു ബിസിനസ്സിന് നടപ്പിലാക്കേണ്ട ധാർമ്മിക വശം എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് കറക്റ്റ് ചൂസ് ചെയ്യണം. അപ്പൊ ഇതറിയാണ് ഒരാൾക്ക് എത്തിക്സ് എന്താണെന്നുള്ളത്. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ശരിയായ രീതിയിൽ കള്ളത്തരങ്ങളൊന്നുമില്ലാതെ സത്യസന്ധപരമായി നീതിപരമായി കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് എത്തിക്സ് കൊണ്ട്. അതൊരു ബിസിനസ് നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്ക്, തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ബിസിനസ് എത്തിക്സിന് എതിരാണ്. സെല്ലിംഗ് അഡൾട്രേഷൻസ് ഓഫ് ഫുഡ്, അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ പാടില്ല, തെറ്റാണ്. ഹോണസ്റ്റി ഡീലിംഗ് വിത്ത് കൺസ്യൂമർ, സത്യസന്ധപരമായിട്ട് കൺസ്യൂമറുമായി ഡീൽ ചെയ്യാം, അതൊരു ബിസിനസ് എത്തിക്സിന്റെ ഭാഗമാണ്. ഇത് ശരിയാണ്. അടുത്തത് സെയിൽ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഗുഡ്സ്. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഫസ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റുകൾ കൊടുക്കുക, അത് തെറ്റാണ്. അപ്പൊ ഈ 3 തെറ്റാണ്. ശരിയായത് ഹോണസ്റ്റി ഡീൽ വിത്ത് കൺസ്യൂമർ. ഇതൊക്കെ ഒരു മാർക്കാണ്. ഇതിലൊക്കെ ഓരോ മാർക്കിന്റെയാണ്. ഇതേ മോഡലിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കും ഗൈഡും ഫോളോ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് ഫുൾ അതേപോലെ പഠിക്കേണ്ട. അതിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ നിങ്ങൾ പരമാവധി ആൻസർ ചെയ്യുക. 1 മാർക്കിന്റെ കിട്ടണമെങ്കിൽ നമുക്കത് വേണം. പിന്നെ ഗൈഡിലുള്ള ആൻസറുകൾ പഠിക്കണം. ഗൈഡിലില്ലാത്ത വല്ലതും ടെക്സ്റ്റിലുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ്.
ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരിക. ആൻസർ നിങ്ങൾക്ക് 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 5 മാർക്കിന്റെ ഇംഗ്ലീഷിൽ തന്നെ മലയാളത്തിൽ എഴുതാം. 1 മാർക്കിന്റെ പരമാവധി ഇംഗ്ലീഷിൽ എഴുതാം. ഇനി എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി SSLC +2 വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.